ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അതേഴ്സ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബീറ്ററും ഓവനും വിപ്പിംഗ് ക്രീമും ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുക്കറിലാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും ഈ കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും. അതോടെ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതേപോലത്തേക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചിട്ടെടുക്കാം. ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ്സിനകത്ത് 1 ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. ഇതൊരു 3 തവണ നല്ലതുപോലെ ഒന്ന് അരിച്ചിട്ടെടുക്കാം. 3 തവണ അരിച്ചിട്ടെടുക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാ ഭാഗത്തും എത്തും. ഇതിപ്പോൾ ഒരു 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. അടുത്തതായി 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുട്ടയുടെ മഞ്ഞ പൊട്ടിപ്പോയതാണ്. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1/2 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഈ സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി മുട്ടയുടെ വെള്ളയൊന്ന് ഒരു 30 സെക്കൻഡ് നല്ലതുപോലെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ ഈ പാല് പോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്ത് ഒരുപാടങ്ങ് അടിക്കാൻ പാടില്ല. ജസ്റ്റ് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുന്നത് വരെ അടിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുട്ടയുടെ മഞ്ഞയിലോട്ട് ചേർത്തൊന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് കുത്തി ഇളക്കാതെ പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലോർ ചേർത്ത് കുറേശ്ശെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലോർ മൊത്തം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഇതിലേക്ക് കുറേശ്ശെ പാൽ ചേർത്തൊന്ന് ലൂസാക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ മൊത്തം 4 സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതോടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കറിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിലും തടവിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്യാസിലേക്ക് ഒരു പഴയ ഫ്രൈ പാൻ വെച്ചിട്ട് അതിന് മുകളിലായിട്ടാണ് കുക്കർ വെച്ച് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30-35 മിനിറ്റ് മതിയാകും നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. കുക്കറിൻ്റെ വാഷർ മാറ്റിയിട്ടില്ല, വിസിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു സ്ക്വയറോ ടൂത്ത് പിക്കോ വെച്ച് കുത്തി നോക്കുന്ന സമയത്ത് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ടില്ലേ, ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ ഒന്ന് ചൂടാറി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ക്രീം തയ്യാറാക്കി എടുക്കാം. ക്രീം തയ്യാറാക്കി എടുക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം കുറച്ച് പാലൊഴിച്ച് കട്ടയൊന്നുമില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം മിക്സാക്കിയ ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. ഇതിപ്പോൾ കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് പാലാണ് ഇതിലേക്ക് മൊത്തം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി 2 നുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി വരും വരെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി ചൂടാറാൻ വെക്കാം. ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി 1 മണിക്കൂർ വെച്ച ശേഷം എടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ ഞാൻ നേരിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ഫോർക്ക് വെച്ച് ഒന്ന് ഫ്ലഫി ആയി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബട്ടർ തന്നെ വേണമെന്നില്ല. ഇതിന് പകരം നമുക്ക് 100 ഗ്രാം ഡാൽഡ എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ബട്ടർ ഉള്ളത് കൊണ്ട് ബട്ടർ എടുത്തതേ ഉള്ളൂ. ഡാൽഡ വെച്ച് ചെയ്താലും സെയിം ടേസ്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് പാലിൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുക്കാം.
ടേൺ ടേബിളിന് പകരമായിട്ട് ഇതേപോലെ ഒരു ബൗൾ ഞാൻ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു പ്ലേറ്റ് ഇതേപോലെ വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് തെന്നിപ്പോകാതിരിക്കുക. അതിന് മുകളിലായിട്ട് ആദ്യം കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 2 തുള്ളി വാനില എസൻസും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിന് മുകളിലേക്ക് ക്രീം വെച്ച ശേഷം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇതിപ്പോൾ ക്രീം എല്ലാ ഭാഗത്തും നിന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്കും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഈ സ്പൂൺ വെച്ച് ക്രീം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു കത്തി വെച്ച് ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. കത്തി ഇടയ്ക്കൊന്ന് കഴുകിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഷേപ്പാക്കി എടുക്കാൻ. ഇതിപ്പോൾ ഏകദേശം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് മിൽക്കി ബാറിൻ്റെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതാ ഓവനും ബീറ്ററും വിപ്പിംഗ് ക്രീമും ഒന്നുമില്ലാതെ നല്ല അടിപൊളി ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചേച്ചി ഹാപ്പി ആയിട്ടിരുന്നോളൂ. ബൈ ഫ്രം ആദൂസ് വേൾഡ്.